വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ 8 പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറസ്റ്റിൽ. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ. ഇതേസമയം നിരവധി പേർ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുമായി കസ്റ്റഡിയിലുണ്ട് എന്നും വിവരങ്ങൾ പുറത്ത്. മാതൃരാജ്യത്ത് നിന്ന് അതിന്റെ തണലും സുഖവും ആസ്വദിച്ച് പാകിസ്ഥാന്റെ പണം വാങ്ങുന്ന എല്ലാ ഒറ്റുകാരും പൂട്ടപ്പെടുകയാണിപ്പോൾ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ചാരപ്രവർത്തനങ്ങൾക്കായുള്ള നിരീക്ഷണം വർദ്ധിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടാണ് കുറഞ്ഞത് 8 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 പേരെ ഹരിയാനയിലും 3 പേരെ പഞ്ചാബിലും ഒരാൾ ഉത്തർപ്രദേശിലുമാണ് അറസ്റ്റായത്. ചാരവൃത്തി ആരോപിച്ച ട്രാവൽ വ്ലോഗർ ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ശത്രു രാജ്യങ്ങൾ യുവ സ്വാധീനമുള്ളവരെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ഹിസാർ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും എളുപ്പത്തിലുള്ള പണത്തിനായി അത്തരം സ്വാധീനമുള്ളവർ തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്നുവെന്ന് ഹിസാർ SP ശശാങ്ക് കുമാർ സാവാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. സമീപകാലത്ത് അറസ്റ്റിലായ 8 ചാരന്മാർ മുഹമ്മദ് മുർത്താസ അലി. ജലന്ധറിൽ ഗുജറാത്ത് പോലീസ് നടത്തിയ റെയ്ഡിനിടെയാണ് മുഹമ്മദ് മുർത്താസ അലി അറസ്റ്റിലായത്. പാകിസ്ഥാൻ ISIക്ക് വേണ്ടി ചാരവൃത്തി നടത്തുന്നുണ്ട് എന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് അറസ്റ്റ്. ഇയാൾ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ ആപ്പ് വഴിയാണ് ഇദ്ദേഹം ഇത് ചെയ്തത് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 4 മൊബൈൽ ഫോണുകളും 3 സിം കാർഡുകളും ഇയാളിൽ നിന്ന് കണ്ടെത്തി. കൂടാതെ സമാനമായ കുറ്റങ്ങൾക്ക് പഞ്ചാബിൽ നിന്ന് ഗസാല യാമിൻ മുഹമ്മദ് എന്നീ 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ട്രാവൽ വ്ലോഗർ ജ്യോതി മൽഹോത്ര ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള ആളാണ്. ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവച്ചതിന് കഴിഞ്ഞ ആഴ്ചയാണ് അവർ അറസ്റ്റിലായത്. 33-കാരിയായ അവർ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും കുറഞ്ഞത് 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. പാകിസ്ഥാൻ ഇന്റലിജൻസ് പ്രവർത്തകർ ഇവരെ ഇന്ത്യയിലെ തങ്ങളുടെ ആസ്തിയായി വളർത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. അടുത്ത ചാരൻ സിഖുകാരനായ യുവാവാണ്. പട്യാലയിലെ ഖൽസ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് 25-കാരനായ ദേവേന്ദ്ര സിംഗ് ധില്ലൻ. മെയ് 12-ന് ഫേസ്ബുക്കിൽ ഒരു പിസ്റ്റളിന്റെയും തോക്കുകളുടെയും ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തതിന് ഹരിയാനയിലെ കൈതാലിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ നവംബറിൽ പാകിസ്ഥാൻ സന്ദർശിച്ചതായും പട്യാല മിലിറ്ററി കന്റോൺമെന്റിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ചാര ഏജൻസിയുടെ ഉദ്യോഗസ്ഥരുമായി പങ്കിട്ടതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. ഹരിയാനയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന 24-കാരനായ നൌമാൻ ഇലാഹിയെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാനിപ്പത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ ഒരു ISI കൈകാര്യം ചെയ്യുന്ന ആളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉത്തർപ്രദേശ് നിവാസിയായ ഇയാൾ ഇസ്ലാമാബാദിലേക്ക് വിവരങ്ങൾ നൽകുന്നതിനായി തന്റെ സഹോദരി ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് പണം സ്വീകരിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. അടുത്തത് നൂഹ് ആർമാൻ. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മെയ് 16-ന് ഹരിയാനയിലെ നൂഹിൽ വെച്ച് 23-കാരനായ അർമാനെ അറസ്റ്റ് ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സമയത്ത് പാകിസ്ഥാന് തന്ത്രപ്രധാനമായ വിവരങ്ങൾ അയാൾ കൈമാറിയതായി പോലീസ് പറഞ്ഞു. അവരുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും പ്രതിയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറയുന്നു. അടുത്തത് ഉത്തർപ്രദേശിലെ റാംപൂരിലെ ബിസിനസ്സുകാരനായ ഷഹസാദ്. ഞായറാഴ്ച മൊറാദാബാദിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ അദ്ദേഹം തന്റെ കൈകാര്യകർത്താക്കൾക്ക് കൈമാറിയതായി STF അറിയിക്കുന്നു. നിരവധി തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള ഇയാൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, വസ്ത്രങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ കള്ളക്കടത്തിൽ പങ്കാളിയാണെന്ന് ആരോപിക്കപ്പെടുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ അറസ്റ്റുകൾക്ക് പ്രാധാന്യം കൈവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.